നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചീനിയമരയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അവിയൽ, ആരോഗ്യപ്രദമായ ഒരു അവിയലും കൂടെയാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. സാധാരണ നമ്മൾ ചീനിയമരയ്ക്ക കൊണ്ട് തോരനോ പൊരിയലോ ഒക്കെ അല്ലേ തയ്യാറാക്കാറുള്ളൂ. ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് അവിയൽ തയ്യാറാക്കി നോക്കാം. ഞാനിതിലേക്ക് ഇവിടെ ഒരു അര കിലോ ചീനിയമരയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തുമ്പും അറ്റമൊക്കെ നല്ലവണ്ണം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വീണ്ടും ഒന്ന് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഏറെ അല്ലാതെ തന്നെ വേവിക്കാമെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്താലും മതിയാവും. ഈ കുക്കറിൽ ഞാനിത് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെച്ചെടുക്കുമ്പോഴേക്കും നല്ലവണ്ണം പാകത്തിന് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് കുക്കറിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് അതിലാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ചീനിയമരയ്ക്ക ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ചീനിയമരയ്ക്കയിലൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് ഈ 2 വിസിൽ കേൾക്കുന്ന രീതിയിൽ ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുക്കറിൽ തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അടുപ്പിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കേണ്ടത് നോക്കാം. തേങ്ങ ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ അമ്മിയിലാണ് അരയ്ക്കാറ്, ഇന്ന് ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ കൂടെ നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരല്പം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 2 അല്ലി വെളുത്തുള്ളി, അത് അല്പം വലുതായതുകൊണ്ട് ഒന്ന് അരയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിയലിന് നമ്മളെങ്ങനെയാണ് അരച്ചെടുക്കുന്നത് അതേ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. അവസാനമായിട്ടൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. പിന്നെ നമുക്കിപ്പോൾ ചീനിയമരയ്ക്ക ഞാൻ വെന്ത് കിട്ടിക്കഴിഞ്ഞു. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ചീനിയമരയ്ക്കയുടെ 2 സൈഡിലും ഇതുപോലെ നാരുണ്ടാവും. അത് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ നുള്ളി എടുക്കാവുന്നതാണ്. നമ്മൾ ബീൻസിലൊക്കെ കാണത്തില്ലേ, അതുപോലെ ഈ ചീനിയമരയ്ക്കയുടെ 2 വശങ്ങളിലും ഉണ്ട് ആ നാര്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ അത് നുള്ളി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചീനിയമരയ്ക്കയിലെ എല്ലാ ചീനിയമരയ്ക്കയിലും അത് ആ 2 സൈഡിലുള്ള നാരുകളും ഇവിടെ എടുക്കുകയാണ്. എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരിഞ്ഞ് അവിയൽ തയ്യാറാക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കടിക്കും, ആ ഒരു സൈഡിലുള്ള ആ നാര് നമുക്ക് അവിയൽ തയ്യാറാക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് വരത്തില്ല അത്. അതുകൊണ്ട് നമുക്കത് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് എല്ലാത്തിൻ്റെ നാര് ഞാനിവിടെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് 2ആയിട്ടൊന്ന് മുറിച്ചിടാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചീനിയമരയ്ക്ക 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ട് സവാളയാണ് വേണ്ടത്. സവാള ഞാനൊരു 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക. ഒരു പച്ചമുളക്, വലിയ പച്ചമുളക് ഞാൻ 4ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില. നമ്മുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ചട്ടിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ കൂട്ടൊന്ന് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സി കഴുകി ഒരല്പം വെള്ളവും കൂടെ, ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്. നമ്മൾ അവിയലിനൊക്കെ കലക്കി വെക്കുന്നില്ലേ, ആ ഒരു പരുവത്തിന് വേണം. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ അല്പം വെള്ളം ഒഴിച്ച് മിക്സി കഴുകി വെള്ളം എടുത്ത് ഒഴിച്ചുകൊള്ളുക. പിന്നെ ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കാതെയും തയ്യാറാക്കാവുന്നതാണ്, പക്ഷേ പുളി ചേർത്ത് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചീനിയമരയ്ക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് അത് കണ്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം എല്ലാ ഭാഗത്തും ആ കൂട്ടൊന്ന് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം കൈകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീനിയമരയ്ക്കയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആ കൂട്ടൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടട്ടെ, ആ രീതിക്ക് നല്ലവണ്ണം ഒന്ന്. ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വെള്ളം മതിയാകും, ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്. നമുക്കിത് ചീനിയമരയ്ക്ക വെന്തതാണ്, ഉള്ളി വേവാനും കൂട്ടിൻ്റെ പച്ചമണം മാറാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കിക്കൊള്ളണം, അടിക്ക് പിടിക്കരുത്. ഇപ്പോൾ അത് ഒരു പകുതി ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി അല്പം കൂടെ ഒന്ന് വെന്ത് കിട്ടണം, അല്പം കൂടെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഞാനിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമെല്ലാം വറ്റി പാകത്തിന് ഉള്ളിയും എല്ലാം വെന്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞുള്ളൂ, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അവസാനമായിട്ട് നമ്മൾ അവിയലിനൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പോലെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ രുചികരമായ ചീനി അമരിക്ക സവാള ചേർത്ത് തയ്യാറാക്കിയ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഷുഗർ പേഷ്യൻസിന് ചീനി അമരിക്ക നല്ലതാണെന്നല്ലേ പറയാറ്, നമ്മൾ തോരനല്ലേ വെച്ച് കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊന്നും ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് അവിയൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.